കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള അക്ഷരങ്ങൾ പഠിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചില അക്ഷരങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൈപിടിച്ച് നിൽക്കാറുണ്ട്. അവയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അവയാണ് കൂട്ടക്ഷരങ്ങൾ. എന്താ? കൂട്ടക്ഷരങ്ങൾ. രണ്ട് അക്ഷരങ്ങള് കൂടിച്ചേരുന്നത്. അതിനെയാണ് കൂട്ടക്ഷരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും പഠിക്കാൻ പോകുന്നത് കൂട്ടക്ഷരങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ കൂട്ടക്ഷരം ബോർഡിലോട്ട് നോക്കിക്കേ. ആദ്യത്തെ കൂട്ടക്ഷരാണ് ക. ക വരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. നോക്കിയാട്ടെ, നമ്മള് വ്യഞ്ജനാക്ഷരത്തിലെ ക പഠിച്ചില്ലേ? അതിന് മുകളിൽ നമ്മളൊരു ചന്ദ്രക്കല ഇട്ട് കൊടുത്താൽ എന്താ വായിക്കുക? ഖ്. ഖ് അല്ലേ? കായിന് മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുത്തു? ചന്ദ്രക്കല ഇട്ട് കൊടുത്തു. അപ്പോഴെന്തായി? ഖ്. ഖിന്റെ കൂടെ ക കൂടി ചേരുമ്പോൾ എന്താ വരും? ആദ്യത്തെ കൂട്ടക്ഷരം ഖ. സ്ട്രെസ് ചെയ്ത് പറയണം. ഖ. ആദ്യത്തെ കൂട്ടക്ഷരം ഏതാ? ഖ. ഖ് അധികം ക. ഖ. ഊന്നി പറയാ, സ്ട്രെസ് ചെയ്ത് പറയാ. മനസ്സിലായോ? ക രണ്ടക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ ഖ എന്നായത്. അതാണ് കൂട്ടക്ഷരം എന്ന് പറയുന്നത്. രണ്ടക്ഷരങ്ങള് കൂടി ചേർന്നപ്പോൾ ഇവിടെ ഖ് അധികം ക എന്തായി? ഖ. മനസ്സിലായോ കൂട്ടുകാർക്ക് ഖ എന്നുള്ള കൂട്ടക്ഷരം? ഇനി ഖ എങ്ങനെയാ എഴുതുന്നെന്ന് പറഞ്ഞു തരാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മള് ക ഉള്ള വ്യഞ്ജനാക്ഷരം എങ്ങനെ എഴുതും? ഇങ്ങനെ. ഇവിടെ എത്തുമ്പോ നമ്മൾ എന്തോ ചെയ്യണോ? ഇവിടുന്ന് ഒരു സർക്കിൾ കൊടുത്ത് അതിനോട് ചേർന്ന് നമ്മൾ എന്തോ എഴുതണോ? റ. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരാം. സോറി. കാന്നുള്ള വ്യഞ്ജനാക്ഷരം എഴുതുക. ഇവിടുന്ന് നോക്കി ഇവിടെ എത്തുമ്പോ അതിനോട് ചേർന്ന് കൈവിടാതെ ഒരു സർക്കിള്, അതിങ്ങനെ പുറത്തേക്ക്, അതിനോട് ചേർന്ന് ഒരു റ. ഖ. മനസ്സിലായോ എഴുതാൻ വേണ്ടി? ഖ ഉള്ള കൂട്ടക്ഷരം. ഓക്കെ, നമുക്ക് ഖ വരുന്ന വാക്കുകൾ നോക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. ചക്ക. ചക്ക. കാന്നുള്ള കൂട്ടക്ഷരം വന്നു. അടുത്ത നോക്കിയാട്ടെ. അടുത്ത വാക്ക് കാക്ക. കാക്ക. ഇതിലും കാന്നുള്ള കൂട്ടക്ഷരം വന്നു അല്ലേ? അടുത്ത ഒരു വാക്കും കൂടി നോക്കാം. തക്കാളി. കാണുന്നുണ്ടോ? എഴുതുന്നേ. തക്കാളി. മനസ്സിലായോ? ക അധികം ക എന്തോ ആയി? ക. വായിക്കാൻ മനസ്സിലായോ? ക. ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാ. ചക്ക, കാക്ക, തക്കാളി. മനസ്സിലായോ? അടുത്ത കൂട്ടക്ഷരം അടുത്ത കൂട്ടക്ഷരം ഏതാ? നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കൂട്ടക്ഷരം. നമ്മൾ എന്തോ ചെയ്യണോ? ശ്രദ്ധിച്ചു നോക്കിയേ. ഏതാക്ഷരം? വ്യഞ്ജനാക്ഷരത്തിലെ ച. നമ്മള് ചായന് മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്താൽ ച എങ്ങനെ വായിക്കും? ച്. എങ്ങനെ വായിക്കും? ച്. ചീനോട് ചേർന്ന് വീണ്ടും ഒരു ച ചേർന്നു. ച
ച് അധികം ച. ചായനോട് നമ്മൾ വീണ്ടും ഒരു ച ചേർത്തു. അപ്പോൾ എന്താ കിട്ടി? അടുത്ത കൂട്ടക്ഷരം കിട്ടി. ഏതാ? ച. ച. അടിയിൽ ഒരു വാലുണ്ടല്ലേ, ഒരു ട്രയാങ്കിള്. ച. ച് അധികം ച. ച. മനസ്സിലായോ? എങ്ങനെ വായിക്കുക? ച. ച എങ്ങനെ എഴുതുന്ന ശ്രദ്ധിച്ചേ. നമ്മള് വ്യഞ്ജനാക്ഷരത്തിലെ ച അതുപോലെ എഴുതുക. ഇവിടുന്ന് നോക്കിയേ, അതിന്റെ അടിയിൽ നമുക്കൊരു ട്രയാങ്കിൾ കൊടുക്കാം. ച ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ച അതുപോലെ എഴുതി ഇവിടുന്ന് ഇതെങ്ങനെ വരുക? അടിയിലൊരു ട്രയാങ്കിൾ. ഏതോ ആയി? ച ഉള്ള കൂട്ടക്ഷരം. മനസ്സിലായോ? ച് അധികം ച. ച. നമുക്ക് വാക്കുകൾ നോക്കാം. ഈച്ച. ഈച്ച. പിന്നീട് നോക്കിയേ, പച്ച. കളറില്ലേ? പച്ച. പിന്നീട് പൂച്ച. പൂച്ച. ഇന്നേതാ പഠിച്ചത്? 2 കൂട്ടക്ഷരങ്ങൾ പഠിച്ചു. ആദ്യം പഠിച്ച കൂട്ടക്ഷരം ഏതാ? ക. രണ്ടാമതേത് ഇപ്പോ പഠിച്ചു? ച. മനസ്സിലായോ? ഖ ച. കൂട്ടുകാരെന്താ ചെയ്യേണ്ടത് വെച്ചാ, സ്ലേറ്റ് എടുത്തിട്ട് ആദ്യത്തെ കൂട്ടക്ഷരം ഒരു 5 തവണ എഴുതി പഠിക്കുക. അടുത്ത കൂട്ടക്ഷരം അതുപോലെ 5 തവണ എഴുതി പഠിക്കുക. അപ്പോഴും മറക്കത്തില്ല, എഴുതാൻ വേണ്ടിയിട്ട് കിട്ടും. ഓക്കെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ 2 കൂട്ടക്ഷരങ്ങൾ പഠിക്കാം. താങ്ക് യു. ബൈ.